ജീസസ് LPS പെരുന്ന. ഈ സ്കൂളിലാണ് ഞാൻ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ചത്. മലയാളം മീഡിയമാണ്. ഇത് ഫസ്റ്റ് A, സെക്കൻഡ് A, തേർഡ് A, ഫോർത്ത് A. ഇതായിരുന്നു എൻ്റെ ക്ലാസ്. ഓർമ്മകൾക്കെന്ത് സുഗന്ധം, ഒരു പാട്ടില്ലേ, എന്നാത്മാവിൻ നഷ്ട സുഗന്ധം. അപ്പം ഈ ഓട്ട മത്സരമൊക്കെ നടത്തുന്നത് ഞങ്ങൾ ഇവിടെയാണ്. നാരങ്ങ സ്പൂണി വെച്ച് ഓടും, പിന്നെ ജാക്കി കയറി ഓട്ടം, അങ്ങനെ കുറേ മത്സരങ്ങളുണ്ടായിരുന്നു. നല്ല തമാശ മത്സരങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഇവിടെയാണ് കളിച്ചിരുന്നത്. പിന്നെ സ്കൂളിൽ പ്രയർ ചൊല്ലുന്ന ഞാനാണ്. അങ്ങേയറ്റത്താണ് ഹെഡ് മിസ്ട്രസിൻ്റെ റൂം. അപ്പം അതിന് മുന്നിൽ ടീച്ചർ ഇങ്ങനെ മൈക്ക് വെച്ചുതരും, കൊച്ചു മൈക്കാണ്. അതിൻ്റെ മുന്നിൽ നിന്ന് പ്രയറൊക്കെ ചൊല്ലായിരുന്നു. ശരിക്കും എനിക്ക് എന്തോ പോലെ തോന്നുന്നു, വിഷമം വരുന്നു എനിക്കിവിടെ വന്നപ്പം. പണ്ടത്തെ ഒരു ഓർമ്മ ശരിക്കും. ഇവിടെയൊക്കെ ശരിക്കും ഞങ്ങൾ കളിക്കുമായിരുന്നു കേട്ടോ. ഓടി ചാടി കളിച്ചിട്ടുള്ള സ്ഥലമാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്കൂളാണ്, സ്കൂൾ ലൈഫാണ്. കോളേജ് എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. ഡിഗ്രി ശരിക്കും കോളേജ് ലൈഫ് ഞാൻ എൻജോയ് ചെയ്തിട്ടേ ഇല്ല. എനിക്കിപ്പോഴും സ്കൂളിലേക്ക് വരാനാണ് താല്പര്യം. ശരിക്കും ഞാൻ എൻജോയ് ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ ഈ മരം കണ്ടോ, ആൽമരം. ഇത് ശരിക്കും ഞങ്ങൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഈ ആലിൻ്റെ ചോട്ടി വന്നിരിക്കും. ഈ ബ്രേക്ക് ടൈമിൽ അവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കും, അവിടെ ഇരുന്ന് കളിക്കും. അക്ക് കളിക്കത്തില്ല, അന്നത്തെ പഴയ കളികളൊക്കെ ഈ കളമൊക്കെ വരച്ചിട്ട് ചാടി ചാടി കളിക്കും. പിന്നെ കല്ലുകൊത്തി കളിക്കും. കോമഡിയാണ് അത്, എന്നാലും ഇപ്പം ആലോചിക്കുമ്പോൾ അത് പക്ഷെ രസമുണ്ട്. എനിക്ക് അങ്ങനെയുള്ള ഒരു ബാല്യമായിരുന്നു എൻ്റേത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിച്ച LP സ്കൂളിൽ കാണിച്ചല്ലോ 4 വരെ പഠിച്ച, അതായത് ഇതിനിപ്പുറം ഞാൻ അവിടുന്ന് ചാടി 5, 6, 7 ഇവിടെ പഠിച്ചു. ഏതാ? NSS ബോയ്സ് ഹൈസ്കൂൾ. ഒറ്റ കോമ്പൗണ്ടിലാണ്. അവിടുന്ന് 8, 9, 10 എൻ്റെ ഹൈസ്കൂൾ ഗേൾസ് ഹൈസ്കൂൾ അവിടെ, അത് ഈ കോമ്പൗണ്ടിൽ തന്നെയാണ്. അവിടുന്ന് പാസ് ഔട്ട് ചെയ്ത് പ്രീ ഡിഗ്രി 2 വർഷം പഠിച്ചു. സയൻസ് ഗ്രൂപ്പ് എടുത്ത് NSS ഹിന്ദു കോളേജ്, അതവിടെ ഹിന്ദു കോളേജ്. പിന്നെ ഇതിനൊക്കെ മുമ്പേ പറയേണ്ട ഒരു കാര്യമുണ്ട്. LKG UKG പഠിച്ചത് അത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. NSSൻ്റെ ഇതാ ആ കാണുന്നില്ലേ, അതാണ് LKG UKG. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പകുതി വരെ പഠിച്ചു. പക്ഷേ എനിക്ക് ഹിന്ദിക്ക് തീരെ വീക്കായിരുന്നു, ഹിന്ദി തീരെ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ മലയാളം മീഡിയത്തിൽ കൊണ്ട് ചേർത്തു. മലയാളം മീഡിയത്തിലാവുമ്പോൾ ഹിന്ദി ഇല്ല, 5ാം ക്ലാസ് മുതൽ I പഠിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച് ഇങ്ങനെ കറങ്ങി വന്ന് ഇതാ അവിടെ വരെ എത്തി. ഡിഗ്രി പഠിച്ചത് NSSൻ്റെ തന്നെ കോളേജിലാണ് പഠിച്ചത്. പക്ഷേ അത് ഇവിടെയല്ല, ട്രിവാൻഡ്രത്താണ്. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണ തേന്മാമ്പഴം, ഒരുമിച്ചു പങ്കിട്ട കാലം, ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. സത്യം പറയാലോ, എനിക്കിവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര സങ്കടം വരുന്നു. സന്തോഷം കൊണ്ടുള്ള സങ്കടമാണോ? എല്ലാവരും പറയാറുണ്ട് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ബാല്യകാലം വിവരിച്ചിട്ടുള്ളത് നമ്മുടെ മാധവിക്കുട്ടിയാണ്. പക്ഷേ എന്നാലും സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കാലഘട്ടം ഞാൻ പറഞ്ഞല്ലോ, ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയ. അതായത് ഈ സ്കൂളിൻ്റെ ഒരു ഇതൊക്കെ, ഈ ഗ്രൗണ്ടൊക്കെ കാണുമ്പോഴേ, പ്രത്യേകിച്ചും ഈ യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരുമ്പം ഏറ്റവും സജീവമായിട്ട് നിൽക്കുന്ന സ്കൂളിൽ ഞാനാണ്. അപ്പം എല്ലാ മത്സരത്തിനും പങ്കെടുക്കും. ഞാൻ കാണിച്ചല്ലോ വലിയ ഗ്രൗണ്ട്, ഇവിടെ ഈ ഗ്രൗണ്ടിലാണ് വലിയ ഇതൊക്കെ കെട്ടിയിട്ട്, കൂടാരമൊക്കെ കെട്ടി, സ്റ്റേജൊക്കെ കെട്ടി, ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ ബെഞ്ചൊക്കെ പിടിച്ചിട്ടിട്ട് സ്റ്റേജിൽ അപ്പോൾ കൊച്ചു നാടകങ്ങളൊക്കെ ഞങ്ങൾ കുട്ടികൾ തന്നെ സെറ്റ് ചെയ്ത് അവതരിപ്പിക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു വാല്യൂ ശരിക്കും അത് ഒരുപക്ഷെ എന്നിൽ ആ ഒരു കഴിവ് തന്നത് ഈ ഒരു അന്തരീക്ഷമായിരിക്കാം. എൻ്റെ ഒരു കലയുടെ ഒരു കഴിവ് എനിക്ക് കിട്ടിയത് ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ്. തീർച്ചയായിട്ടും ആയിരിക്കാം എന്നല്ല, അതെ. ആദരണീയനായ ഞങ്ങളുടെ ആചാര്യൻ ശ്രീ മന്നത്തു പത്മനാഭൻ്റെ കാലടികൾ വീണ് പതിഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു മഹത് വ്യക്തിയാണ് ശ്രീ PK നാരായണ പണിക്കർ. NSS ആണ് എന്നെ ശരിക്കും ഇത്രയും വളർത്തിയത്. എന്നെ കലാരംഗത്ത് ഞാനിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നോ,
എത്രത്തോളം വളർന്നു അതിന് പ്രധാന കാരണം നായർ സർവീസ് സൊസൈറ്റിയാണ്, ഇവിടുത്തെ സ്ഥാപനങ്ങളാണ്, ഇവിടുത്തെ കലാപ്രവർത്തനങ്ങളാണ്. എനിക്ക് പാട്ടിനും ഡാൻസിനും പിന്നെ നാടകത്തിനും ഒരുപാട് മത്സരങ്ങളിൽ ഞാൻ പങ്കെടുക്കുമ്പോഴും ഒക്കെ സമ്മാനം തന്നിട്ടുള്ളത് അന്ന് നാരായണ പണിക്കർ സാറാണ്. നായർ സർവീസ് സൊസൈറ്റിയായിട്ട് അഭേദ്യമായി കുഞ്ഞുനാൾ മുതൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നതിനിടയാക്കിയ പ്രവീണയ്ക്ക് എല്ലാ ഐശ്വര്യങ്ങളും ദൈവം പ്രദാനം ചെയ്തെന്ന് ആശംസിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം കാണിച്ചു തരാം. നമ്മുടെ നായർ സമുദായ ആചാര്യൻ ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ സമാധി സ്ഥലമാണ്. അത് വളരെ പുണ്യമായ പവിത്രമായൊരു സ്ഥലമാണ്. നമുക്ക് അവിടെ നിന്ന് എനിക്കൊന്ന് തൊഴണം. അവിടെ ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ സമാധി സ്ഥലമാണ്. ഇതാണ് എൻ്റെ സരള ടീച്ചർ, എൻ്റെ ക്ലാസ് ടീച്ചർ, എൻ്റെ ഹൈസ്കൂളിലെ എൻ്റെ ക്ലാസ് ടീച്ചറാണ്. സുന്ദര കുട്ടിയായിരുന്നു. ഇപ്പൊ ഇത്തിരി കറുത്തൊക്കെ പോയല്ലോ. ഞങ്ങളുടെ റോൾ മോഡലായിരുന്നു. ഞങ്ങൾ പറയും ടീച്ചർ എന്താ അടിപൊളിയായിട്ട് സാരി എടുക്കും. ടീച്ചറിന്റെ സാരി എടുപ്പ് ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വഴിയോടെ പോകാൻ മേല. എല്ലാരും എന്റെ സാരിയല്ല നോക്കുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറായിരുന്നു. ടീച്ചറിന്റെ സബ്ജക്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്. ടീച്ചർ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിനാണ് ഏറ്റവും കൂടുതൽ മാർക്കും കിട്ടാറുള്ളത് പരീക്ഷയ്ക്ക്. എനിക്ക് സത്യം SLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് ഫിസിക്സ്, കെമിസ്ട്രിക്കൊക്കെ ആയിരുന്നു. ഇത് ടീച്ചറിൻ്റെ ഹസ്ബൻഡ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാബുചേട്ടൻ. ബാബുചേട്ടാന്ന് വിളിക്കുന്നത് അത് കാരണം ഞങ്ങളുടെ നെയ്ബേഴ്സാണ്. പിന്നെ പണ്ട് മുതലേ അറിയാം, അതുകൊണ്ട് അങ്ങനെ വിളിച്ച് ശീലിച്ചു പണ്ട് മുതലേ. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ, എൻ്റെ കൂടെ പഠിച്ച നദിയുടെ അച്ഛനാണ്, അമ്മയാണ്. പിന്നെ ബാബുചേട്ടൻ ഞങ്ങളുടെ PTA പ്രസിഡൻ്റ് ആയിരുന്നു ഞാൻ പഠിച്ചപ്പം. പിന്നെ ഇപ്പം നെസ്റ്റിൽ ചീഫ് സെക്യൂരിറ്റി ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തിട്ട് നാഷണൽ ഫുട്ബോൾ ടീമിലെ ഗോൾ കീപ്പറായിരുന്നു. ഒത്തിരി അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. വിന്നറാണ്. പ്രവീണയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഓൾറൗണ്ട് താരം തന്നെ ആയിരുന്നു എന്നാണ് പറയേണ്ടത്. കാരണം എല്ലാത്തിനും ചേരും. യുവജനോത്സവത്തിനാവട്ടെ, ശാസ്ത്രമേളയ്ക്കാവട്ടെ, എന്തിനും പ്രവീണയുണ്ട്. പ്രവീണ ഇല്ലാതെ ഒരു കാര്യവും ഞങ്ങളുടെ സ്കൂളിലില്ലായിരുന്നു. അതുപോലായിരുന്നു. പിന്നെ സ്കൂളില് കലാതിലായിരുന്നു. സ്കൂളിൽ എല്ലാത്തിലും പങ്കെടുക്കും, എല്ലാത്തിനും സമ്മാനം കിട്ടും. അപ്പോൾ കൂടുതൽ പോയിന്റ് എനിക്ക് കിട്ടും. പിന്നെ ഏത് സമയം ഓടി ഓടി എൻ്റെ അടുക്ക് വരും. വലിയ കാര്യമായിരുന്നു എനിക്ക്. ടീച്ചറിന്റെ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമൊക്കെയാണ്, അതൊക്കെ കാര്യം ശരി. പക്ഷെ ഹോംവർക്ക് ചെയ്യാത്തതിനും ഒക്കെ തല്ല് കിട്ടിയിട്ടുണ്ട്. ആദ്യം സാരി എടുത്തോണ്ട് ഇവിടെ ഓടി വന്നു, ഓർക്കുന്നു. അതായത് ടീച്ചറെ ശരിയായോ എന്നും ചോദിച്ചു. പക്ഷെ ഇന്ന് സാരി എടുത്ത് ശരിയായിട്ടില്ല കേട്ടോ. അത് പിന്നെ അതായത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങളുടെ റോൾ മോഡലായിരുന്നു. അന്നൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ ഒരു മോഡലായിട്ട് കാണുന്നത് ടീച്ചേഴ്സിനെയാണ്. സ്കൂൾ കുട്ടികൾ എപ്പോഴും അങ്ങനെ ടീച്ചറിനെ പോലെ ആക്കണം. എന്തെങ്കിലും പറയുമ്പോൾ ടീച്ചർ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും. എൻ്റെ മോള് പോലും സ്കൂൾ ടീച്ചർ, എൻ്റെ ടീച്ചർ ഇങ്ങനെ മുടിയിടുന്നത്, അതുകൊണ്ട് ഞാനും ഇങ്ങനെ മുടി എനിക്ക് ഇടണം, അങ്ങനെയൊക്കെ പറയില്ലേ. അതേപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ആരാധന തോന്നിയ ഒരു വ്യക്തിയാണ് എൻ്റെ ടീച്ചർ. കാരണം അടിപൊളി സൂപ്പറായിട്ട് സാരി ഉടുക്കും കേട്ടോ. ടീച്ചർ ഇങ്ങോട്ട് ബുക്സൊക്കെ പിടിച്ച് ക്ലാസ്സിലേക്ക് വരുമ്പോൾ തന്നെ ഒരു എടുപ്പാണ് ഞങ്ങൾക്ക്. എന്ത് ടീച്ചറെ സാരി ഉടുക്കും. അപ്പോൾ ഞാൻ എന്താ പറയുക, ടീച്ചർ എൻ്റെ കല്യാണത്തിന് ടീച്ചർ വന്ന് എൻ്റെ സാരി ഉടുപ്പിക്കുന്നുണ്ടല്ലേ. എന്നോട് പറഞ്ഞു കല്യാണത്തിന് ടീച്ചർ വേണമെന്ന് സാരി ഉടുക്കാൻ. എന്നിട്ട് ആദ്യം സാരി ഉടുത്തിട്ട് ഇതുവഴി ഓടി വിടുവന്നു, ഓർക്കുന്നു. അവിടെ വന്ന് വിളിച്ചിട്ടാണ് ടീച്ചർ കൊത്തോ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ശരിക്കും ഉടുപ്പിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെയാണ്. പിന്നെ കരയോഗത്തിന്റെ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ വലിയൊരു കരയോഗമായിരുന്നു. ഞങ്ങളുടെ 1500 പേരോളം ഉണ്ട് കരയോഗം. മന്നത്തോൽപ്പനാഭന്റെ കരയോഗമാണ്. അതങ്ങ് പെരുന്നേലമ്പലം മുതൽ ഇവിടെ വരെ ഉണ്ട്. അതിൻ്റെ അകത്ത് മന്നം ബാലസമാജത്തിന്റെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു ഞാൻ. സജീവമായിരുന്നു. ഞങ്ങളൊരു കുട്ടിപ്പട്ടാളങ്ങൾ കുറെ ഉണ്ട്, നദി ഉൾപ്പെടെ കുറെ ഉണ്ട്. അങ്ങ് ഇറങ്ങും. എല്ലാത്തിനും ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ച് അന്നൊരു പാട്ട് പാടും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്താണ്, കദളിവാഴ കയ്യിലിരുന്ന്
കാക്കയൊന്നു വിരുന്നു വിളിച്ചു വിരുന്നുകാരാ 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 വന്നാട്ടെ വിരുന്നുകാരാ 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 വന്നാട്ടെ കദളിവാഴ കയ്യിലിരുന്ന് കാക്കയൊന്നു വിരുന്നു വിളിച്ചു വിരുന്നുകാരാ 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 വന്നാട്ടെ. ഹായ്, സൈക്കിളേറ്റൻ അറിയാമോ? ഈ സൈക്കിളിലാണ് ഞാൻ ട്യൂഷന് പോകുന്നത്, ഡാൻസിന് പോകുന്നത്, പിന്നെ എല്ലാത്തിനും പോകുന്ന എൻ്റെ സാരഥിയാണ് ഈ സൈക്കിൾ. പോട്ടെ, ടാറ്റാ. ഇതാണ് ശ്രീ മാരണത്തുകാവ് ഭദ്രകാളി ക്ഷേത്രം. ഞാൻ എന്നും വരാറുള്ള എൻ്റെ ഇഷ്ടപ്പെട്ട ദേവതയാണ്. എന്നും രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഇവിടെ തൊഴുതിട്ടേ പോവാറുള്ളൂ.